ഈ വണ്ടി ഓണാക്കുമ്പോൾ വെൽക്കം എന്ന് എഴുതി കാണിക്കുന്ന സ്ഥാനത്ത് നിന്നാണ് നമുക്ക് റീജനറേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നത്. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ റീജനറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടില്ല, ഓപ്പൺ ആയപ്പോൾ വെൽക്കം എന്ന് എഴുതി കാണിച്ച ആ പോർഷനിലായിരിക്കും ആ ഒരു കമൻറ്റ് വരുന്നത്. അപ്പം നമ്മൾ റീജനറേഷൻ റിക്വയർഡ് എന്ന് പറഞ്ഞ് കാണിച്ചാൽ വണ്ടി എവിടെയും നമ്മൾ സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ നിർത്തി ഒതുക്കിയിട്ടതിന് ശേഷം വണ്ടി ഓഫ് ചെയ്യാതെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തിയിട്ട് ഈ ഡാഷ്ബോർഡിൽ തന്നെ നമുക്ക് രണ്ട് ഇത് വരുന്നുണ്ട്. ഒന്ന് വന്നിട്ട് റീജനറേഷൻ ഓഫ് ബട്ടണാണ് വരുന്നത്, താഴെ വരുന്നത്. അത് നമ്മളിപ്പോൾ സിഗ്നലിൽ നിൽക്കുമ്പോൾ നമുക്ക് റീജനറേഷൻ റെക്കോർഡ് എന്ന് നമ്മൾ അപ്പോഴേ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു 3 മിനിറ്റെങ്കിലും ഇതിൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് സിഗ്നലിലേക്ക് നിൽക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു കമൻറ്റ് ബോക്സ് വരികയാണെങ്കിൽ നമ്മളത് അപ്പം പ്രസ് ചെയ്ത് അത് ഓഫ് കൊടുക്കുക. എന്നിട്ട് വണ്ടി എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് വണ്ടി ഒതുക്കിയതിന് ശേഷം നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഇതിലൊരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടിയുടെ ടെമ്പറേച്ചർ RPM കയറും. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വണ്ടിയുടെ RPM 5 കണ്ടില്ലേ, ഇതത് ഒരു 20 എബോവ് വരെ എത്തും. നോർമലി വണ്ടി ഇട്ടിട്ട് നമ്മൾ റൈസ് ചെയ്ത് കഴിഞ്ഞാലുള്ള RPM എങ്ങനെ കയറുന്നു ഇതുപോലെ കയറി നല്ല രീതിയിൽ വണ്ടി റൈസ് ആവും. റൈസ് ആയിട്ടായിരിക്കും നോർമലി വണ്ടി കുറഞ്ഞ് RPM കുറഞ്ഞ് നോർമൽ RPMത്തിലെത്തുന്നത്. പിന്നെ നമുക്ക് വണ്ടി മൂവ് ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ വേറെ ബട്ടണിലൊന്നും പ്രസ് ചെയ്യണ്ട. അപ്പോൾ ഈ മേളിൽ വന്ന കമൻറ്റ് ബോക്സിൽ ആ റിക്വയർഡ് ബട്ടൺ എന്താ പറയാൻ കംപ്ലീറ്റ് ആവും. അതിനാണെങ്കിൽ നമുക്ക് ഈ ആഡ് ബ്ലൂ ഡെഫിൻ്റെ ഈ ഒരു ഇവിടെ നമുക്കൊരു മഞ്ഞ സിമ്പൽ ബ്ലിങ്ക് ചെയ്ത് കത്തിക്കൊണ്ടിരിക്കും. ഇവിടെ മേളിൽ കമൻറ്റ് ബോക്സ് വരുന്ന ഒപ്പം തന്നെ ഇവിടെ ഒരു ബ്ലിങ്കിങ് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. നമുക്കിപ്പം നമുക്കൊരു 4 ബട്ടൺ കത്തുന്നുണ്ടല്ലോ, അതിൽ രണ്ടാമത്തെ ഐക്കൺ അവിടെ കത്തും, ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഈ റീജനറേഷൻ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സിങ്.